ഇത് ആമിയോ ഫ്രണ്ട് ഷെമി ഗബി. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ എക്സ്പീരിയൻസ് മാത്രം. ഈ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഒറ്റ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാനും പോകുന്നില്ല, അതിൻ്റെ ഉത്തരം പറയാൻ പോകുന്നില്ല, അത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എടുത്ത് വലിച്ചു തരാൻ വേണമെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാം നോക്കിയാൽ മതി എന്നൊക്കെ. അതൊന്നുമല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ നിന്ന് എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ ചില ലെസൺസും ഒപ്പം ഷെയർ ചെയ്യാൻ പോകുന്നുണ്ട്. ചില ഓബ്സ്റ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഈ ഓബ്സ്റ്റക്കിൾസ് വന്നപ്പോഴും എനിക്ക് എന്താണെന്നറിയില്ല, ചില കോൺഫിഡൻസോട് കൂടിയിട്ട് അത് നേരിടാൻ കഴിഞ്ഞു. ഇത് കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ വരികയാണ് ഇൻ കേസ്, അവർക്കും അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചെറിയൊരു ഹെൽപ്പ് മനസ്സിനകത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ സ്കൂളിൽ പോയിരുന്നു. സ്കൂളിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് സ്പീച്ച് ഉണ്ടാവും. പ്രിൻസിപ്പൾ ഓരോന്ന് പറയും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, പിന്നെന്താ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം, അറ്റൻഡ് ചെയ്യണം, പിന്നെ പൊളിറ്റിക്സ് എഴുതി വരരുത്, അങ്ങനെ ഓരോന്നും എഴുതരുത്, അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിനകത്ത് കയറിയിട്ട് നമ്മൾ കേന്ദ്ര വിദ്യാലയ ഓഫ് മലപ്പുറം എവിടെയാണ് എവിടെയോ മലപ്പുറത്തുള്ള കേന്ദ്ര വിദ്യാലയയിലായിരുന്നു ഞങ്ങളുടെ എക്സാം ഹോള്. ആ എക്സാം ഹോളിനകത്ത് വെറും രണ്ടല്ല, ഞങ്ങൾ മാത്രമുള്ളായിരുന്നു പ്ലസ് ടുവിനകത്ത്. ഈ ഒരു സെൻറ്ററിൽ ക്ലാസ് 12th നിന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഒരു പ്രൈവറ്റ് കുട്ടി ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ അവർക്ക് യൂണിഫോം ഒന്നും ഉണ്ടാവില്ല, സ്കൂളില്ലാതെ പഠിക്കുന്ന ഒരാളും. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. സോ ഞങ്ങളങ്ങനെ അവിടെ എത്തി. കുറച്ചൊക്കെ ടൈം എക്സാം ഹോളിൽ കയറി. എക്സാം ഹോളിൽ കയറിയപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കേന്ദ്ര വിദ്യാലയയുടെ ക്ലാസ് റൂം അറിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് KV എന്ന് പറയുന്നത്. കാരണം എൻ്റെ 10th സ്റ്റാൻഡേർഡിലെ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. 10th ക്ലാസ്സിൽ നിന്ന് സെയിം സ്ഥലത്ത് നിന്നാണ് എക്സാം എഴുതിയത്. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടുന്ന് അവിടെ തന്നെ വന്നപ്പോൾ എന്തൊക്കെയാണ് ഓരോ ഹോൾവേ ഒക്കെ കാണുമ്പോൾ അന്ന് അത് ചെയ്ത് അന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഇയറാണ് 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 10th സ്റ്റാൻഡേർഡായിട്ട് അസോസിയേറ്റുള്ള എല്ലാ മെമ്മറീസും എനിക്ക് ഭയങ്കര, അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കേന്ദ്ര വിദ്യാലയയിൽ പോകുമ്പോൾ എക്സാമിന് പോകുന്ന ഒരു പേടി പോലും തോന്നിയിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ബട്ട് എനിക്ക് ഒരു സ്കൂൾ ഫോർ സം സ്ട്രേഞ്ച് റീസൺ ഇഷ്ടമായ പോലെ തോന്നിയിരുന്നു. അതും നമ്മുടെ കഥയുമായിട്ട് വലിയ ബന്ധമില്ല. സോ അങ്ങനെ അവിടെ എത്തി. ഓഫ് കോഴ്സ് എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് നോക്കുന്നു, പിന്നെ നമ്മുടെ മുഖം നോക്കുന്നു, പിന്നെ ഹോൾ ടിക്കറ്റ് നോക്കുന്നു, പിന്നെ നമ്മുടെ മുഖം നോക്കുന്നു, പിന്നെ ഹോൾ ടിക്കറ്റ് നോക്കുന്നു, പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് നോക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഐഡൻറ്റിറ്റി കാർഡിലുള്ള ആൾ തന്നെയാണോ ഇതിനകത്തുള്ള ആൾ തന്നെയാണോ ഇവിടെ ഉള്ളത് എനിക്കറിയില്ല. അവരെന്താ ആലോചിക്കുന്ന, വേറൊരാൾ വന്ന് ഇവിടെ ഇരിക്കുന്നതാണോ? അങ്ങനെ നടക്കാറുണ്ട്. നടക്കാൻ പറ്റായില്ലല്ലേ. നമ്മളിതുവരെ അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടില്ല. വേണമെങ്കിൽ നമ്മളെ പേര് പറഞ്ഞിട്ട് വേറൊരാൾക്കെല്ലാം കയറ്റാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. 2 എക്സാമിനേഴ്സ് ഉണ്ടാവും. KVയുടെ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ചുറ്റും ഫാൻസ് ആയിരിക്കും. എൻ്റെ തലയുടെ മേലെ തന്നെ ഫാൻ കിട്ടി ഫോർ സം റീസൺ. അത് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാറ്റുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പോസിറ്റീവ്സും നമ്മൾ പോസിറ്റീവ്സ് ആയി തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഇതൊന്നുമല്ല ഈ വീഡിയോയുടെ തീം എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ തീം എന്ന് പറയുന്നത് ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ആണ്. സോ അതിലോട്ട് ഇപ്പോൾ എത്തും. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പം എന്താ, ഹോൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു. 2 എക്സാമിനേഴ്സ് ഉണ്ടായിരുന്നു. 2 എക്സാമിനേഴ്സും ഔട്ട് ഓഫ് ഇന്ത്യ ആണ്. ഔട്ട് ഓഫ് കേരള എന്ന് വെച്ചാൽ മലയാളം സംസാരിക്കാൻ അറിയാത്തവരായിരുന്നു തോന്നുന്നു. സോ അവരെന്താണ് കുറച്ച് ഇംഗ്ലീഷ് കുറച്ച് മലയാളമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതാണ് KVയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഗുണമാണ് ഇത്. ചില കുട്ടികൾ, ഞങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി മഹാരാഷ്ട്രയിൽ നിന്നുണ്ട്. അപ്പോൾ അവനക്ക് ഒക്കെ ഭയങ്കര ഈസിയാണ്. വേറൊരു കുട്ടി കർണാടകയിൽ നിന്നുണ്ട്. അവനക്കും ഹിന്ദി പറയുന്നത് കേട്ടാൽ ഇഷ്ടമാണ്. എനിക്കും പിന്നെ കുറച്ചൊക്കെ ഹിന്ദിയൊക്കെ അറിയാം. സോ എനിക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. ബട്ട് കുറച്ച് കുട്ടികൾക്ക് പ്രശ്നമുള്ളതുണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഒരു എക്സാം ഹോളിൽ ചിലർക്ക് ടെൻസ്ഡ് ആയിട്ട് വരുമ്പോൾ നമ്മളുടേതല്ലാത്തൊരു ഭാഷ കേൾക്കുമ്പോൾ അത്രക്കൊരു നല്ലതായിക്കോളും എനിക്കറിയില്ല, അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. നെക്സ്റ്റ് എക്സാമിന് മിക്കവാറും ഞാനത് പോയി പറയും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഹിന്ദി അറിയില്ല എന്ന് ആ ഒരു ടീച്ചറിനോട് അത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും ഗൈസ്. ഓക്കെ, ഞാൻ എന്താ ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഇനിയാണല്ലേ അതാ, നമുക്ക് ആൻസർ ബുക്ക്ലെറ്റ് തരും. ഞാൻ ആൻസർ ബുക്ക്ലെറ്റിനകത്ത് നമുക്ക് ബബിൾ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്ന ഭാഗമുണ്ട്, നോർമൽ ഭാഗമുണ്ട്. കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്ന ഭാഗത്തിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വരിക, റോൾ നമ്പർ അതുപോലത്തെ സംഭവങ്ങളൊക്കെ. അത് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് വെക്കാറാണ്. പിന്നെയാണ് ചെക്കിങ് വേറെ സ്ഥലത്താണ് നടക്കുക. സോ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ റോൾ നമ്പറൊക്കെ പേരൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ
ബബിൾ ചെയ്ത് പോയി. എന്നുവെച്ചാൽ എൻ്റെ ബബിളിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആദ്യം മുഹമ്മദ് ഷമീം KP എന്നാണ് എൻ്റെ പേര്, അത് മേലെ എഴുതി വെക്കും. എന്നിട്ട് ആ ഉണ്ടല്ലോ, എമ്മിനൊരു വട്ടടും, പിന്നെ ഓനൊരു വട്ടടും, പിന്നെ എച്ചിന്, എന്ന് വെച്ചാൽ ആ ഫുൾ ബബിൾ ചെയ്യുന്ന പകരം എച്ചിന് ഒരു വട്ടം ഇടും. എന്നിട്ട് എല്ലാം ചെയ്ത ശേഷം ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും, പിന്നെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. വലിയ വലിയ സംഭവങ്ങൾ എന്ന് വെച്ചാൽ റോൾ നമ്പർ, സ്കൂൾ കോഡ്, പിന്നെന്താണ് പിന്നെ എൻ്റെ പേര്, അതൊക്കെ ഞാൻ കറക്റ്റ് അതേപോലെ മെത്തേഡ് ഫോളോ ചെയ്തു. പക്ഷേ സബ്ജക്ട് നമ്പർ ഉണ്ടോ? സബ്ജക്ട് നമ്പർ എന്താ സാധനം? ഇതിനകത്തില്ല. എവിടെ ഇതുള്ളത്? ഒരു മിനിറ്റ്. ഓക്കെ. സോ ഹോൾ ടിക്കറ്റ് കിട്ടി. സബ്ജക്ട് കോഡ് 301 എന്നുള്ളതാണ് സബ്ജക്ട് കോഡ്. അപ്പോൾ സബ്ജക്ട് കോഡ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 3 മാർക്ക് ചെയ്തു, പിന്നെ 0 മാർക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾക്കറിയാം, ആ ഒരു പേപ്പറിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ബബിൾസിനകത്ത് ഏറ്റവും താഴെയാണ് 0. എൻ്റെ ഓർമ്മയിൽ എല്ലായിടത്തും 0, 1, 2, 3 എന്നാണല്ലോ. അപ്പോൾ ഞാൻ 1 ഉള്ളിടത്താണ് 0 മാർക്ക് ചെയ്ത്. ഓ മൈ ഗോഡ്, ഞാൻ ഒരിക്കലും അതങ്ങ് ചെയ്ത ശേഷം ഒരു റിയലൈസേഷൻ വരുമല്ലോ, അത് ഇതന്നെ ആവണമെന്നില്ല. ഏതൊരു പെട്ടെന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ആ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അത് കാണുമ്പോൾ ഒരു റിയലൈസേഷൻ വരും. ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓ മൈ ഗോഡ്, ഇത് 301 കൊടുക്കാനുള്ളത് ഞാൻ 311 കൊടുത്തത്. എന്ന് വെച്ചാൽ 0 ഉള്ളിടത്ത് 1 കൊടുത്തു. 301 ആണ് ഇംഗ്ലീഷിൻ്റെ സബ്ജക്ട് കോഡ്. ഞാൻ 311 കൊടുത്തു. ഓ മൈ ഗോഡ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താ ചെയ്യുക? എൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുമോ? എൻ്റെ പേപ്പർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്ന ഭാഗം തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ആ ഒരു തോട്ട് ചെറുതായിട്ട് എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ എന്താണെന്നറിയില്ല, റീസെൻ്റ്ലി ഐ ഹാവ് ബിക്കം മോർ കോൺഫിഡൻറ്റ് ഇൻ എവറിത്തിങ്. എന്നെ പറ്റി പറയല്ല എങ്കിലും ഞാൻ എല്ലാവർക്കും ഈ ഒരു ഒപ്റ്റിമിസ്റ്റിക് തിങ്കിങ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. അപ്പോൾ മൈ തോട്ട് പ്രോസസ് വാസ് ഓക്കെ, ഇത് തെറ്റി. ഇത് ഇന്ത്യയിൽ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ലായിരിക്കും ഈ ഒരു രാജ്യത്ത് തെറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ തെറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും, അതിന് എന്തെങ്കിലുമൊക്കെ മാറ്റാൻ പറ്റും. അല്ലാതെ ഒരു കുട്ടിയുടെ ഒരു എക്സാം പേപ്പർ അങ്ങനെ അങ്ങ് കമ്പ്യൂട്ടറിനെ ചെക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അത് ശരിക്കും ഇതാക്കാൻ കഴിയുന്നില്ല വെച്ചിട്ട് ഇഗ്നോർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ആലോചിച്ചത്. കുറച്ച് മാത്തമാറ്റിക്കലി ആയിട്ട് ആലോചിച്ചപ്പോൾ വെരി ലോ ആണ്. എന്തെങ്കിലുമൊക്കെ പരിഹാരം ഇതിനുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ഒരു കുട്ടി അറിയാതെ തെറ്റ് മാർക്ക് ചെയ്യൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അതിന് എന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ എക്സാം പേപ്പർ വാലിഡ് ആവില്ല എന്നൊന്നും ആലോചിക്കേണ്ട. കീപ്പ് ഇറ്റ് ദെയർ. ഞാൻ ഇംഗ്ലീഷ് നല്ലവണ്ണം പഠിച്ചു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എല്ലാ പോയംസും എല്ലാ ലിറ്ററേച്ചർ സംഭവങ്ങളും എല്ലാം പഠിച്ച് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും പഠിച്ചു വന്നത്, അത്രയും നോക്കി വന്നത് എന്തിനാണ് വെറുതെ കേടുവരുത്തണത്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു ചെറിയ കാര്യമായിട്ട് ചിലർക്ക് തോന്നും, ചിലർക്ക് വലിയ കാര്യമായിട്ട് തന്നെയാണ്. കാരണം അവർ ആ എക്സാമിനേഴ്സ് എത്രയോ വട്ടം പറഞ്ഞിരിക്കണ്, ഇത് തെറ്റിക്കരുത്, ഈ ബബിൾ ചെയ്യുന്നത് തെറ്റിക്കരുത്, ഈ ബബിൾ ചെയ്യുന്നത് തെറ്റിക്കരുത്. ഞാൻ കേട്ടും ചെയ്തിരുന്നു. എൻ്റെ തെറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. 10th സ്റ്റാൻഡേർഡിൽ സെയിം തിങ് ഐ ഹാഡ് ഡൺ, ബട്ട് അതിൽ ഇതുവരെ തെറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് തെറ്റുന്നത്. അപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സോ എനിക്കെന്താ അറിയില്ല, ഞാൻ ഭയങ്കര കൂളായിട്ട് എക്സാമിനറോട് പറഞ്ഞു ഇവിടെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സാമിനർ നോക്കി, ഓക്കെ തെറ്റിയില്ലേ, ഇംഗ്ലീഷിനാണ് പറഞ്ഞത്. പിന്നെ വേറൊരു എക്സാമിനർ വന്നു, ഓക്കെ തെറ്റിയിട്ടുണ്ട്, ഇത് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്ന സംഭവമാണ്, ഇത് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ആലോചിക്കട്ടെ എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ടെൻസ്ഡ് ആവാമായിരുന്നു. ഐ കുഡ് ഹാവ് ബിക്കം ടെൻസ്ഡ്, ബട്ട് ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. എന്താ അറിയില്ല, ഒപ്റ്റിമിസ്റ്റിക്കലി ഇൻ എ വേ ഐ ഹാഡ് സം കൈൻഡ് ഓഫ് കോൺഫിഡൻസ്. 1% പോലും അതെൻ്റെ ആൻസേഴ്സിനെയോ അല്ലെങ്കിൽ ആൻസറിങ് കേപ്പബിലിറ്റിയോ എഫക്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ എൻ്റെ മോം വിളിച്ചതാണ്, ഇവിടെ എന്തോ ഗസ്റ്റ് എന്തോ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തെങ്കിലും ബിഗിനിങ്ങിൽ ഒരു മിസ്റ്റേക്ക് വന്നെന്ന് വെച്ചിട്ട്, ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ചെറുതായിട്ട് സബ് കോൺഷ്യസ്ലി അത് നമ്മൾ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഇന്നത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അവസാനം അവരെന്താ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഇത് ശരിയാക്കാൻ നോക്കാം എന്നാണ് പറഞ്ഞത്. എക്സാം കഴിഞ്ഞിട്ട് അവരെന്തോ വൈറ്റ്നർ പോലത്തെ എന്തോ ഒരു സാധനം വെച്ചിട്ടൊന്ന് ഞാൻ ചെയ്ത തെറ്റ് അവർ മാറ്റിയിട്ട്, എന്നുവെച്ചാൽ ആ ബബിളിനകത്ത് തെറ്റ് ചെയ്ത ബബിളിനകത്ത് ആ വൈറ്റ്നർ പോലത്തെ സാധനം ആക്കിയിട്ട് പിന്നെ എനിക്ക് പുതിയ
ബബിൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി തന്നു. സോ ദ പ്രോബ്ലം വാസ് സോൾവ്ഡ്. എനിക്ക് വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്നെ പറ്റി തന്നെ പറയാണ്, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഇത് ഭയങ്കര ആദ്യം തൊട്ടേ എങ്ങനെ വന്നാലും ഇത് കൂളായിട്ട് എടുക്കുന്നവരുണ്ടാവും, ചിലവരിതൊന്ന് ചെറുതായിട്ട് തെറ്റിയാൽ തന്നെ ചെറുതായിട്ട് ടെൻസ്ഡ് ആവുന്നവരുണ്ടാവും. ബട്ട് എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇത് ചിലപ്പോൾ കുറച്ച് മുന്നേ ആണെങ്കിൽ ചെറുതായിട്ടെങ്കിലും എന്നെ അഫക്റ്റ് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ അലോ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ഐ ഹാഡ് സം കൈൻഡ് ഓഫ് കോൺഫിഡൻസ്. എനിക്കിങ്ങനെയായിരുന്നു, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത്ര ഒരു ചെറിയൊരു ടെക്നിക്കൽ എറർ കാരണം എന്തായാലും ആ പഠിച്ചത് പോകാൻ ഞാൻ അയക്കില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു ബിഗിനിങ്ങിനകത്ത്. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. സ്റ്റിൽ എക്സാം ഡിഡ് ഇറ്റ് ഗോ വെൽ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ എക്സാം തുടങ്ങിയ ശേഷം ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫുൾ അഡ്വെഞ്ചറസ് ടൈപ്പ് ഓഫ് സംഭവമാണ്. കഥ പറയാനുള്ളതുണ്ട്. ഒരു കുട്ടി എന്താണ് കുഴഞ്ഞ് വീഴുക, എന്താ പറയുക അതിന്, തളരുക എന്നുള്ള ടൈപ്പ്, ബോധം കെട്ട് വീഴുന്ന ടൈപ്പ് ഓഫ് ആ ഒരു സംഭവം എന്തോ പോലെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കുട്ടി നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, 10th സ്റ്റാൻഡേർഡിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്ന കുട്ടിയാണ്. ബട്ട് സ്റ്റിൽ ഷീ ഗോട്ട് ടെൻസ്ഡ് അറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. എന്താണെന്നറിയില്ല, വി കനോട്ട് ജഡ്ജ് വൈ ഇറ്റ് ഹാപ്പൻഡ് വിത്ത് ഹെർ. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാവും, ചിലപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ പഠിച്ചതായിരിക്കാം, അങ്ങനെയൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ തലകറങ്ങി വീഴുന്ന പോലത്തെ ഒരു തളരുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സോ ഇതാണ് ക്ലാസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്. സോ ചുറ്റുണ്ടായിരുന്ന കുട്ടികൾക്ക് ഈ കാര്യം നോക്കാൻ, ഒരു കുട്ടി പെട്ടെന്ന് തളർന്നു വീഴുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കുറച്ചെങ്കിലും ടൈം പോകുമല്ലോ. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതാണ് പിന്നെ ഉണ്ടായത്. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 1 hour കഴിഞ്ഞു, 2 hour കഴിഞ്ഞു, ഈ സംഭവമൊക്കെ കഴിഞ്ഞു. പിന്നെ അവസാനം ഓക്കെ, റീഡിങ് സെക്ഷൻ നിങ്ങൾക്കറിയാൻ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണ്. ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻസിനെ റെഫർ ചെയ്യാൻ പോകുന്നില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഏത് വീഡിയോയിലും എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണ്. എങ്കിലും ഇറ്റ് വെൻറ്റ് കൈൻഡ് ഓഫ് ഫൈൻ. ഏകദേശം ഞാൻ കോൺഫിഡൻ്റ് ആണ് റീഡിങ് സെക്ഷനകത്ത്. റൈറ്റിംഗ് സെക്ഷനും ഓൾമോസ്റ്റ് ഐ എം കോൺഫിഡൻറ്റ്. അവസാനം ലിറ്ററേച്ചറിനകത്താണ് സീനായത് ഗൈസ്. ഞാൻ റൈറ്റിംഗ് ചെയ്തത് 1 മണിക്കൂർ 15 മിനിറ്റ് വെച്ചിട്ടാണ്. ഞാൻ റീഡിങ് ചെയ്തത് 1 hour and 15 minutes വെച്ചിട്ടാണ്. ഞാൻ റൈറ്റിംഗ് ചെയ്തത് 1 hour വെച്ചിട്ടാണ്. ആൻഡ് ഞാൻ ലിറ്ററേച്ചർ ചെയ്തത് 45 minutesനകത്താണ്. ആ ലിറ്ററേച്ചറിൻ്റെ 45 minutesനകത്ത് അവസാനത്തെ 2 ക്വസ്റ്റ്യൻ, അഥവാ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതിയത് 10 മിനിറ്റിനകത്താണ് ഗൈസ്. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ് ഫോൾട്ട് ആയിരിക്കാം ഇത് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഹൗ ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല ഗൈസ്. ഇത് എത്ര വലിയ സംഭവമാണെന്ന് എനിക്കറിയില്ല. അവസാനത്തെ 10 minutes ഉള്ളൂ, 2-5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിയുന്ന പോലെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഞാൻ പിന്നെ എക്സാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, എല്ലാവർക്കും ഈ ഒരു ചെറിയ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ് പിന്നെ ഒരു സംഭവം. അതത്ര ഒരു പ്രശ്നമാക്കി ഞാൻ എടുക്കുന്നില്ല. കാരണം ഞാൻ എഴുതിയതൊക്കെ ചിലതിങ്ങനെ പറഞ്ഞാൽ തന്നെ കുറച്ച് എഴുതിയിട്ടുണ്ട്. തീരെ നീറ്റില്ലാതെയാണ് എഴുതിയത്. അവസാനത്തെ 2 ക്വസ്റ്റ്യൻ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സെയിം കാര്യം തന്നെ ഇങ്ങനെ 1-2 വട്ടം പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഒരു ക്വസ്റ്റ്യനിൽ. മറ്റൊരു ക്വസ്റ്റ്യനിൽ ഒരുപാട് പോയിന്റ്സ് ഒന്നും ഇല്ലാത്ത, അത്ര നന്നായിട്ടില്ല അവസാനത്തെ 2 ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ അവരൊരിക്കലും 0 മാർക്ക് 2 ഇടാൻ പോകുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. സോ അത് അത്രയായിരുന്നു എക്സാമിൻ്റെ എക്സ്പീരിയൻസ്. എക്സാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചില കുട്ടികൾക്ക് റീഡിങ് സെക്ഷൻ മുഴുവനായിട്ട് ഒരു കുട്ടിക്കറ്റ് റീഡിങ് സെക്ഷന് മിസ്സായിരുന്നു പറഞ്ഞിരുന്നു. ഫുള്ളായിട്ട് മിസ്സായിട്ടുണ്ടോ അതോ കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. റീഡിങ് സെക്ഷൻ മിസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേർക്ക് ടൈമില്ലായിരുന്നു. എക്സാം പേപ്പർ ഓക്കെ ആയിരുന്നു, ബട്ട് ടൈമില്ലായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ്പീരിയൻസ്. ഞാൻ മെയിനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചത് ആദ്യം ഉണ്ടാവുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് കാരണം ഒരിക്കലും ഗിവ് അപ്പ് നമ്മളെ അത് അഫക്റ്റ് ചെയ്യാൻ അയക്കണ്ട. എക്സാം എഴുതുന്ന പോലെ ചെയ്യുക. എന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്സ് വന്നാലോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ പോലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇനി അങ്ങോട്ട് എഫക്റ്റ് ചെയ്യാൻ ശ്രമിക്കാത്തൊരു മൈൻഡ് സെറ്റിൽ പോവുക. അതാണ് ഞാൻ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം എൻ്റെ ഒരു പ്രശ്നം ആദ്യം ഉണ്ടായത് അവർ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്നതാണ്, ഒരിക്കലും ശരിയാക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവസാനമായപ്പോഴത്തേനും അത് ശരിയാക്കി. സോ അങ്ങനെ തന്നെയാണ് ലൈഫിലെ എല്ലാ പ്രോബ്ലംസ് തന്നെ. ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മുടെ ഈ എക്സാംസിൻ്റെ ശരിക്കുള്ള പർപ്പസ് എന്ന് പറയുന്നത് ശരിയാണ്. എനിക്കും 100% മാർക്ക് വാങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്. എനിക്കും 100% എന്ന് വെച്ചാൽ വളരെ നല്ല മാർക്ക് വാങ്ങാൻ എനിക്കും ആഗ്രഹമുണ്ട്, നീക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്.
ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇത് നമ്മുടെ ഒരു റിയൽ ലൈഫ് സ്കിൽസിനെയും ടൈം മാനേജ്മെൻറ്റ് സ്കില്ലും സ്ട്രെസ് മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ എല്ലാ സംഭവത്തിനും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ബോർഡ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് അത് ചെറിയ ചെറിയ പ്രശ്നം വന്നാലും കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വളരെ നന്നായിട്ട് എഴുതണം എന്നായിരുന്നു. പക്ഷെ വളരെ നന്നായിട്ട് എഴുതണത്തിൽ അത്രയ്ക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് അത്ര നല്ല രീതിയിൽ ചെയ്തില്ല. വേറെ റൈറ്റിംഗ് സെക്ഷൻ ഞാൻ എഴുതിയത് ഓക്കെ ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് മനസ്സിലുണ്ട്. റീഡിങ് സെക്ഷനിൽ ഞാൻ ഏതെങ്കിലും എഴുതിയത് തെറ്റിയത് ഉണ്ടാവുമോ? കാരണം ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ റീഡിങ് സെക്ഷൻ്റെ കഥ. ചിലപ്പോൾ നമുക്ക് 100% ഉറപ്പായിരിക്കും ഇതേക്കാരും ഉത്തരം. പക്ഷെ പിന്നെ ആൻസർ കീ നോക്കുമ്പോഴേക്കും വേറെന്തോ സാധനമായിരിക്കും ഉത്തരം. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിൽ ചെറുതായിട്ട് ടെൻഷനുണ്ട്. ബട്ട് അതൊന്നും ഇപ്പോൾ എന്നെ എഫക്റ്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നില്ല. നമ്മൾ എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ നോക്കാം ഇതൊക്കെ. ഇപ്പോൾ ഇംഗ്ലീഷ് സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ഫ്ലമിംഗോ ബുക്ക് നമ്മൾ കാണാൻ പോകുന്നില്ല. വിസ്റ്റാസ് ബുക്ക് നമ്മൾ കാണാൻ പോകുന്നില്ല. ചിലപ്പോൾ അതിനകത്തുള്ള പോയിന്റ്സിനൊക്കെ മേ ബി. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് നോക്കാനുള്ള കെമിസ്ട്രിയാണ്. ഇംഗ്ലീഷ് പോട്ടെ. പിന്നെ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഞാൻ പോസിറ്റീവ്ലി നേരിട്ടു. ഇതുപോലെ ഇനി ഏത് പരീക്ഷയിൽ വന്നാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഓക്കെ നല്ല രീതിയിൽ നേരിട്ടു. ഇനി ഏത് എക്സാമിനകത്ത് ഇങ്ങനെ വന്നാലും നേരിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആവട്ടെ. പിന്നെ ഒരു സംഭവം ടൈം മാനേജ്മെൻറ്റ് ഒന്നുകൂടി നോക്കണം. മോക്ക് ടെസ്റ്റൊക്കെ നല്ലവണ്ണം ചെയ്യണം എന്നുള്ളൊരു ലെസൺ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈംഡ് സംഭവമൊക്കെ ചെയ്യാൻ ഒന്നുകൂടി ഫ്രിക്ഷൻ ഉണ്ട്. നമുക്കറിയാം ഇതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ അത് ചെയ്യാൻ എന്തോ ഇത് എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അതിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് കുറച്ച് കമൻറ്റ്സ് വായിക്കാം. ഒന്നാമത്തെ കമൻറ്റ്, ഹൗ വാസ് യുവർ എക്സാം? ദാറ്റ്സ് എക്സാക്ട്ലി ദിസ് എൻറ്റയർ വീഡിയോ ഇസ് അബൌട്ട്. ഇതൊരുപാട് ലോങ് ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി എ ബിറ്റ് കംഫർട്ടിങ് ഫോർ ദ പീപ്പിൾ. എന്നെപ്പോലെ തന്നെ അവസാനം കുറച്ച് ടൈം ലാഗായ അവസാനത്തെ ക്വസ്റ്റ്യൻസ് എഴുതാൻ ടൈം കുറഞ്ഞ പോലെ തോന്നിയ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് മാത്രം പറ്റിയതല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാം ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ കഴിയും. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു എക്സാമിൽ ഇപ്പോൾ CBSE എക്സാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആൾക്ക് 8%-നാണ് A1, ദെൻ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 8%-നാണ് A2. ആ ഒരു രീതിയിലൊക്കെയാണ്. അത് മാത്രമല്ല നമ്മളെ പോലെ വേറെ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രെസ് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ മാർക്ക് കുറയണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു സ്ട്രെസ് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ എക്സാം കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് എക്സാം ഫോക്കസ് ചെയ്യാമെന്നുള്ളൊരു ഇത് ആ ഒരു സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആവാം ഈ വീഡിയോ ചില ആളുകൾക്കെങ്കിലും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവസാനത്തെ ക്വസ്റ്റ്യൻ സമയം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിലാക്കണം ഈ ഒരു വീഡിയോ എന്നുള്ളത്, അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഹൗ ഈസ് ദി എക്സാം ബ്രോ? സെയിം ഈ വീഡിയോ ആണ് അതിൻ്റെ ഉത്തരം. പിന്നെ ബ്രോ വീഡിയോ ഒക്കെ സൂപ്പറാണ്, +1 എങ്ങനെ പഠിക്കണം എന്ന് ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. +1 ഞങ്ങൾക്ക് ബോർഡ് എക്സാം ഇല്ലായിരുന്നു. +1 എനിക്ക് +1 ബോർഡ് എക്സാം ഇല്ലാത്തത് കാരണം തന്നെ അത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഒരു രീതിയിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ നീറ്റ് ബേസ്ഡ് ആയിട്ടാണ് എന്തെങ്കിലും എൻട്രൻസ് എക്സാം ബേസ്ഡ് ആയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്, എൻ്റെ നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് പോലും ഇതുവരെ എത്തിയിട്ടില്ല. സോ ഞാൻ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ 100% ടു ലിറ്ററലി ആയിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ബട്ട് നിങ്ങൾക്ക് ഒരു കാര്യം എന്നിൽ നിന്ന് കിട്ടും. ഓഫ് കോഴ്സ് ട്രൂ ആണ്, ഞാൻ ഇതുവരെ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഒരു പ്രാവശ്യം പോലും എഴുതി നോക്കിയിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കാമെന്നുള്ള അഡ്വൈസ് എല്ലാം എൻ്റെത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. ബട്ട് എൻ്റെ ചാനലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ട്രയൽ ആൻഡ് എറർ എല്ലാവരുടെയും മുന്നിൽ കാണിക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനൽ ഞാൻ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് തന്നെ എൻ്റെ ട്രയൽ ആൻഡ് എറർ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചാനലാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർ കണ്ടിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നതിന് എനിക്ക് ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു രീതിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ അഡ്വൈസസ് ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല, ഞാൻ ഓപ്പണായിട്ട് പറയാണ്. ബട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. അഡ്വൈസസിനേക്കാൾ ഞാൻ ഈ വീഡിയോസിൽ പറയുന്ന റിഗ്രറ്റ്സ്, മിസ്റ്റേക്സ്, തിങ്സ് ഐ വിഷ് ഇഫ് ഐ ഹാഡ് ഡൺ ബെറ്റർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ,
അത് ഈ ഒരു വീഡിയോയിൽ പക്കയായിരിക്കും. എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഒരു സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ അതെൻ്റെ റിഗ്രറ്റ്സും എനിക്ക് വന്ന തെറ്റും ആ തെറ്റ് നിങ്ങൾ വരുത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വരുത്തിയ ഏറ്റവും വലിയ തെറ്റായി എന്തായിരുന്നു, ഞാൻ NCERT ഫുൾ കവർ ചെയ്തു. NCERT ഫുൾ കവർ ചെയ്തിരുന്നു, ബട്ട് നല്ലൊരു റിവിഷൻ മെക്കാനിസം ഞാൻ ഉണ്ടാക്കിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റാണ്. നിങ്ങൾ എത്ര തന്നെ പഠിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ നല്ല റിവിഷൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇറ്റ് വുഡ് കംപ്ലീറ്റ്ലി ബാക്ക് ഫയർ. നിങ്ങൾക്ക് പിന്നെ ഒരുപാട് റിഗ്രറ്റ് തോന്നും. അതാണ് ഈ ഒരു ചാനലിൽ തന്നെ നമ്പർ 1 എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ അതായിരിക്കും. അതുപോലെ തന്നെ വേറെ കുറേ റിഗ്രറ്റ്സും അതുപോലെ തന്നെ മിസ്റ്റേക്സ് എനിക്ക് പറ്റിയത് പിന്നെ റിയലൈസ് ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് അതാണ് ആളുകൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളത്. ഒരു ട്രയൽ ആൻഡ് എറർ കണ്ടിട്ട് അവർക്ക് അവരുടെ മിസ്റ്റേക്സ്, അവർക്ക് ഈ ഒരു മിസ്റ്റേക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു അവസ്ഥ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പലപ്പോഴും പല ബുക്സിലും പല സംഭവത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കോട്ടായിരിക്കും, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സക്സസ് സ്റ്റോറീസാണ് വായിക്കാറുള്ളത്. ഈ സക്സസ് സ്റ്റോറീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഇൻസ്പിറേഷൻ ഉണ്ടാവും, ബട്ട് അതിൽ നിന്ന് ഒരുപാട് ലെസൺസ് നമുക്ക് അത് ഡ്രോ ഔട്ട് ചെയ്തെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. ബട്ട് വെൻ യു റീഡ് അബൌട്ട് ഫെയിലിയർ സ്റ്റോറീസ്, ഒന്നുകിൽ ഫെയിലിയർ സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരുപാട് ട്രയൽ ആൻഡ് എററുള്ള സക്സസ് സ്റ്റോറീസ്, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മാത്രമുള്ള സ്റ്റോറീസ് ആയാലും, യു ഗെറ്റ് എ ലോട്ട് ടു ലേൺ. ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനത്തെ റിസൾട്ടാണ് കിട്ടിയത്, അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനത്തെ റിസൾട്ടാണ് കിട്ടിയത്. സോ ആ ഒരു സംഭവം ആണ് ഞാൻ എൻ്റെ ചാനൽ കൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നത്, പിന്നെ എൻ്റെ ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ അഡ്വൈസസ് സ്റ്റിൽ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഇപ്പോൾ ശരിയായി തോന്നിയതെന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞേക്കാം. പക്ഷെ അതിൽ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി ഒരു ഗ്രാൻഡഡ് ആയിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഞാൻ പറയുന്ന റിഗ്രറ്റ്സിനാണ്, ഞാൻ പറയുന്ന ട്രയൽ ആൻഡ് എറേഴ്സിനാണ്, ഞാൻ വരുത്തിയ മിസ്റ്റേക്സിനാണ്. അതൊക്കെയാണ് നിങ്ങൾ ഒന്നുകൂടി നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെതിലെങ്കിലും അറ്റ്ലീസ്റ്റ് അത് വരരുത്. ഞാനിത് ഹാർഡ് വേയിൽ ആ മിസ്റ്റേക്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് അതൊന്നും നിങ്ങളടുത്തു നിന്ന് വരാതിരിക്കാൻ നിങ്ങൾ നോട്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് അത്രയും ടൈം സേവ് ആവും. മിസ് ചൈത്ര അഗെയിൻ ഓൾ ദ ബെസ്റ്റ് ബ്രോ. ഇവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല തോന്നുന്നു. ഇത് മിസ് അമൃത, മിസ്റ്റർ യൂസർ YH1 ഹൗ ഇസ് എക്സാം ചോദിച്ചത്. പിന്നെ ഈ ഒരു +1 എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചത് @റിനീഷ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എങ്ങനെ പഠിച്ചതെന്ന് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടാവും. ഞാനെങ്ങനെ +1 പഠിച്ചതെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടുന്ന വീഡിയോസ് ഒന്നുകൂടി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. ഞാൻ ഒരിക്കലും ഇത് ഞാൻ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചതാണ്, എനിക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ സീയിങ് ദിസ് ഓൺ ദ ഡേ ഓഫ് ബേർഡ്സ്, ബെസ്റ്റ് ഓഫ് ലക്ക് ബ്രോ, ലവ് ഫ്രം ചാലക്കുടി. ഇത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് തോന്നി എനിക്ക്. ജോണിൻ്റെ കമൻറ്റാണ്, മിസ്റ്റർ ജോണിൻ്റെ കമൻറ്റാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് ബ്രോ, ലവ് ഫ്രം ചാലക്കുടി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ കമൻറ്റ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ചേട്ടാ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു കുഡ് സ്റ്റാർട്ട് എ YPT ഗ്രൂപ്പ് ഫോർ ദ സബ്സ്ക്രൈബേഴ്സ്. ഇതിനെപ്പറ്റി എനിക്ക് ശരിക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, YPT ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ YPT എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിനകത്ത് നമ്മൾ എല്ലാവരും പഠിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും. ഓ മൈ ഗോഡ്, എല്ലാവരും പഠിക്കുന്ന ഒരു, ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പാണെങ്കിൽ ഇവരെത്ര പഠിച്ചു അല്ലെങ്കിൽ നമ്മളെത്ര പഠിച്ചു, ആ ഒരു ഇത് കാണാൻ പറ്റും. ഇന്ന് രാവിലെ ഞാൻ കൂടുതലും YPT ഓണാക്കാതെയാണ് പഠിച്ചിട്ടുള്ളത്. ഡിസ്കഷൻ ഫോമിലാണ് പഠിച്ചത്. ഡിസ്കഷൻ ഫോമിൽ പഠിക്കുന്നത് ഈ റെക്കോർഡ് ചെയ്യാറില്ല. സോ അങ്ങനെയൊക്കെയാണ്. സോ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെച്ചിട്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി വെച്ചിട്ട്. സോ അതിനെപ്പറ്റി ഇത് മാനേജ് ചെയ്യാൻ കുറച്ചൊക്കെ എഫേർട്ട് എടുക്കും. കാരണം പഠിക്കാത്തവരാരുണ്ടെങ്കിൽ അവരെ കിക്ക് ചെയ്യണം, അവർക്ക് വാണിംഗ് കാർഡ് കൊടുക്കണം. സോ അതൊന്നും ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പഠിക്കുമെന്ന് ഉറപ്പാവണം. സോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ വേറെ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും, അതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓഫ് കോഴ്സ് മിസ് ശ്രേയ, ബെസ്റ്റ് വിഷസ് ഫോർ യു എക്സാം, യു ഹാവ് പ്രാക്ടീസ് റിയലി വെൽ ആൻഡ് ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ ഗുഡ്. ഇങ്ങനത്തെ കമൻറ്റ്സ് കണ്ടപ്പോഴാണ്, പിന്നെ ഞാനും പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് തോന്നിയത്. എനിക്ക് ആദ്യം ചെറുതായിട്ട് ഒബ്സ്റ്റക്കിൾസ് വന്നെങ്കിൽ പോലും എനിക്ക് കോൺഫിഡൻസിൽ ഇരിക്കാൻ കഴിഞ്ഞു, ചിരിച്ചിട്ടിരിക്കാൻ കഴിഞ്ഞു ആക്ച്വലി എക്സാം ഹാളിൽ. അപ്പോൾ ആ ഒരു ഒപ്റ്റിമിസം കണ്ടേജിയസ് ആവട്ടെ എന്ന് ഇത് കാണുന്നവർക്കും ഉണ്ടാവാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും പറഞ്ഞിരുന്നുണ്ട്. പിന്നെ NCERT ഫിസിക്സ് ഓക്കെ എങ്ങനെ പഠിക്കണം, ടിപ്സ് പറയോ? ഓക്കെ, ഐ വിൽ ട്രൈ നെക്സ്റ്റ്. ഓക്കെ, ഇത് അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഞാൻ ക്ലാസ് 11th ഫിസിക്സിൻ്റെ NCERT ഫുൾ ചെയ്തിരുന്നു.
ഭയങ്കര കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ആണ്, വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇരുന്ന് ഫുൾ എക്സാമ്പിൾസും പേപ്പറിനകത്ത് ചെയ്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതാണ് ഓക്കെ, ഈ ഒരു സംഭവം. ഇതിപ്പോൾ +2 ആണ്. ഇതിപ്പോൾ കെമിക്കൽ കൈനറ്റിക് സൊല്യൂഷൻസ്. പോട്ടെ അതാ വേവ്സ്. ഇത് വേവ്സ് എന്ന പാഠത്തിലുള്ള എല്ലാ എക്സാമ്പിൾസും ഞാൻ ഇരുന്ന് ചെയ്തതാണ്. ഇത് ഓസിലേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ എല്ലാ സാധനവും ഞാൻ ഇരുന്ന് എഴുതിയാണ്. ഇത് കൈനറ്റിക് ഗ്യാസസിലെ എല്ലാ എക്സാമ്പിൾസും കാണാതെ ചെയ്തതാണ്. കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും നോക്കി. അങ്ങനെ 15 ചാപ്റ്റേഴ്സും ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പോലും ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹൗ ഐ ഡിഡ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല റിവിഷൻ സിസ്റ്റം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇതിന് എനിക്ക് എൻ്റെ അഡ്വൈസ് പറയാനൊന്നുമില്ല, പക്ഷെ എൻ്റെ ഒരു മിസ്റ്റേക്ക് പറയാനുണ്ട്, റിവിഷൻ സിസ്റ്റം ഇല്ലാതെ ഇരുന്നു എന്നുള്ളത്. സോ അത് നല്ല ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതാണ് മിസ് അനഘ VK പറയാനുള്ളത്. പിന്നെ ഇംപ്രണവ് ഓക്കെ, ഇംപ്രണവ് എന്നാണ് തോന്നുന്നു. ഈ വീഡിയോ കണ്ടപ്പോൾ ആണ് പഠിക്കാൻ തുടങ്ങി. താങ്ക്സ്. ഓക്കെ, താങ്ക് യു. ഐ മീൻ ഇങ്ങനത്തെ കമൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ ഈ ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. @Sweta Saju എക്സ്പ്രസ് ചെയ്ത ദാറ്റ് വാസ് എ സർപ്രൈസ് ഫസ്റ്റ് ടൈം വാച്ചിങ് എ മല്ലു സ്റ്റഡി വ്ളോഗ്. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ വ്ളോഗ്സ് മലയാളത്തിൽ കുറവാണ്. എസ്പെഷ്യലി എന്നെ പോലത്തെ ഞാൻ വലിയ സംഭവമാണെന്ന് പറയില്ല കേട്ടോ, സോറി. ഞാൻ ഇതുവരെ ഇങ്ങനെ ഓണസ്റ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് വന്നാൽ സംസാരിക്കുന്ന ഒരു മലയാളം ക്ലാസ് 12th സ്റ്റഡി വ്ളോഗ് ചാനൽ എൻ്റെ നോട്ടീസ് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ഞാൻ അറിയാത്താവും, എനിക്കറിയില്ല. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. സോ മേ ബി നമ്മൾ തമ്മിൽ എന്തെങ്കിലും കോൺടാക്റ്റ് ഒക്കെ വരാമല്ലോ എക്സാമിന് ശേഷം. സോ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ടുമോറോ ബ്രോ. താങ്ക് യു @Sortel113. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. മിലാൻ മനോജ് പറഞ്ഞാണ്. പിന്നെ @Gaurikhub എന്താ ഇങ്ങനത്തെ പേര് ഗൈസ്. ബ്രോ ഗുഡ് എഫേർട്സ് ബട്ട് പ്ലീസ് ലുക്ക് യുവർ സെൽഫ് വിത്തൗട്ട് വേസ്റ്റിംഗ് എഡിറ്റിംഗ് ആൻഡ് ഓൾ മേക്ക് യുവർ സെൽഫ്. എന്ന് വെച്ചാൽ ഈ കമൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, ഈ വ്ളോഗ്സൊക്കെ അടിപൊളിയാണ്. പക്ഷേ പ്ലീസ് നിൻ്റെ സമയം കളയാത്ത രീതിയിലാണ് കളയാതെ ഇരിക്കുന്നതല്ലേ നല്ലത്. എക്സാം കഴിഞ്ഞാൽ ഡെയിലി വ്ളോഗ് ഇട്ടാൽ പോരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു റിപ്ലൈ എന്ന് പറയുന്നത് സത്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കെയർ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കണമെന്ന് എൻ്റെ ഒരു ഡിസയറാണ്. കാരണം എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഒരുപാട് കാലം ശേഷം ഞാൻ +2 ബോർഡ് എക്സാം എഴുതുമ്പോൾ ഞാൻ ബബിൾ ചെയ്തത് തെറ്റിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാനൊരു 30 വയസ്സായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു 30 പോകണ്ട, ഒരു 25 കോളേജ് കഴിഞ്ഞ് കാണുമ്പോഴേക്കും എൻ്റെ നമ്മൾ ശരിക്കും ഇതിപ്പോൾ ഭയങ്കര ഫിലോസഫിക്കലായും ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമ്മുടെ ലൈഫ് ഇങ്ങനെ ലോസ്റ്റായി പോവുകയാണ്, ഇല്ലാതായി പോവുകയാണ്. ശരിക്കും എല്ലാവരും വിചാരിക്കാറില്ല, ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും, പണ്ടത്തെ വീഡിയോസിലൊക്കെ ഡെത്ത് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് സംഭവിക്കുന്നതാണ്. ബട്ട് ഇൻ റിയാലിറ്റി ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് നിങ്ങളുടെ ലൈഫിൽ ഓരോ സെക്കൻഡ്സ് ലോസ്റ്റായി പോവുകയാണ്. ഇങ്ങനെ ഓരോ എക്സാമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ട്രൂ ലൈഫ് ലൈഫിനെ പറ്റി നമ്മൾ ആലോചിക്കാതെ ആയി തുടങ്ങും. ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ ചില ആളുകൾക്ക് എക്സാം നടക്കുമ്പോൾ ഭയങ്കര എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും. എന്താണ് ജീവിതം, എന്തിനാണ് ഈ എക്സാം, അങ്ങനെ ആലോചിക്കുന്നവരുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇതെല്ലാം മറന്നിട്ട് ഫുൾ പഠനത്തിലോട്ട് പോകുന്നവരുണ്ട്. ബട്ട് കുറച്ചെങ്കിലും നമ്മൾ ഓവറോളും ആലോചിക്കണം എന്നൊക്കെയാണ്. ചിലപ്പോൾ ഇത് എൻ്റെ ഭയങ്കര സ്ട്രേഞ്ച് ഒപ്പീനിയൻസ് ആയിട്ട് തോന്നുന്നു നിങ്ങൾക്ക്, കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് ഒന്ന് ഡോക്യുമെൻ്ററി ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇരുന്ന് കാണുമ്പോൾ അതുമാത്രമല്ല പല ആളുകൾക്കും ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതിലേറെ കൂടുതൽ എനിക്ക് ഈ സ്റ്റഡി വ്ളോഗ്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് നഷ്ടമാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പഠിക്കാൻ ഒരുപാട് ടൈം ലോസ്റ്റ് ആവുകയെന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും ഈ വീഡിയോസ് ഉണ്ടാക്കില്ല. കാരണം ഞാൻ പൊട്ടനല്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ ആ ഒരു രീതിയിൽ പറയില്ല. ബട്ട് എനിക്ക് ഒരുപാട് ടൈം പോകുന്നുണ്ട്. ഒരു ഡേ ഫുള്ള് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ എനിക്ക് ഒരിക്കലും ഞാൻ ഉണ്ടാക്കില്ല. ബട്ട് എനിക്ക് വളരെ കുറച്ച് ടൈം കിട്ടുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ ഈ ഒരു സംഭവത്തിന്, ഈ എഡിറ്റിങ്ങിന് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതൊക്കെ. ബട്ട് ഒരുപാട് തിരിച്ച് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ഇറ്റ് ഈസ് റീസണബിൾ. അടുത്ത കമൻറ്റ് ഓൾമോസ്റ്റ് ബ്ലൂ മീ അപ്പ്. ഇങ്ങനത്തെ കമൻറ്റ് കാണുമ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഭയങ്കര വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് എനിക്ക് പല ടൈം തോന്നാറുള്ളത്. ആരെങ്കിലും ഈ വീഡിയോ കാണുമോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായിരുന്നത്.
ബട്ട് ഇപ്പോൾ ഈ കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ആർക്കെങ്കിലുമൊക്കെ ഗുണകരമാവുന്നുണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച് ബ്രോ, യു ആർ മൈ ഇൻസ്പിറേഷൻ ഫോർ സ്റ്റഡിങ് ഫോർ ദ ബോർഡ്സ് ഈവൻ ദോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് വാട്ട് യു ആർ സെയിങ്. ഇറ്റ് സ്റ്റിൽ ഹെൽപ്പ് മീ. ലവ് ഫ്രം മുംബൈ. ഈ ലവ് ഫ്രം മുംബൈ ഒക്കെ ഓ മൈ ഗുഡ്നസ് അത്രക്കൊക്കെ എത്തുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് മനസ്സിലാവാത്ത ആളുകൾക്ക് വരെ ഇൻസ്പിറേഷനലായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പോൾ പറയുക അല്ലേ. ഓ താങ്ക് യു സോ മച്ച് ബ്രോ. പിന്നെ എൻ്റെ കസിൻ്റെ ചാനലാണിത്, ഹുസ്നാസ് സ്റ്റോറീസ്. കൺഗ്രാജുലേഷൻ ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. പിന്നെ തിങ് ഓഫ് ബ്യൂട്ടി സീനാണെന്ന് പറയുന്നത് ഇതൊക്കെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ മുന്നേ ആണ്. ഹോപ്പ് യു വിൽ ഡു സ്റ്റഡി വ്ലോഗ്സ് ഓഫ് അതർ സബ്ജക്ട്സ് ആസ് വെൽ. അതാണ് നമ്മൾ കെമിസ്ട്രിയിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓക്കെ ഇത് അറ്റ് ഡമസ്കസ് ഓക്കെ. പിന്നെന്താ ഹോപ്പ് യു വിൽ ഡു അറ്റ് നോബഡി നോസ് വാട്ട്. ഹോപ്പ് യു വിൽ ഡു സ്റ്റഡി വ്ലോഗ് ഓഫ് അതർ സബ്ജക്ട്സ് ആസ് വെൽ. യെസ്, കെമിസ്ട്രിയുടെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ദിവസം 3 ചാപ്റ്റർ 1 ഷോട്ട് വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ കെമിസ്ട്രിയുടെ പ്ലാൻ ഇങ്ങനെ ആക്കാനുണ്ടായിരുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത് ഓൾ ഇയർ. ബട്ട് എനിക്കിപ്പോൾ അതിലേറെ എഫക്റ്റീവായി തോന്നുന്നത് എൻ്റെ കേസിലിട്ടോ, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ടെക്സ്റ്റ് ബുക്ക് റിവൈസ് ചെയ്യുമ്പോൾ എനിക്കിത് കയ്യിലെന്നുള്ളൊരു ടെൻഷൻ വന്നത് കാരണം മോഡൽ എക്സാം ഓൾമോസ്റ്റ് ഫ്ലുവൻ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ എനിക്ക് തോന്നിയത് ഇംഗ്ലീഷിന് ഞാൻ യൂട്യൂബ് വീഡിയോസ് വെച്ചിട്ടാണ്, വൺ ഷോട്ട്സ് പോലത്തെ വീഡിയോസ് വെച്ചിട്ടാണ് പഠിച്ചത്. നമ്മൾ ഒരാളോടൊപ്പം പഠിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നിയതാണ്, കെമിസ്ട്രിക്ക് അപ്ലൈ ആവുന്നത് നമ്മൾ ട്രയൽ ആൻഡ് എററിലൂടെ കണ്ടെത്താൻ പോവുകയാണ്. എനിക്ക് തോന്നിയതാണ്, എന്താ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളോടൊപ്പം പഠിച്ചു പോകുമ്പോൾ നമുക്ക് ലെസ് ടെൻഷൻ ഉണ്ടാവുള്ളൂ എന്ന്. ഒരു മനസ്സിലൊന്നും ഒരു ടെൻഷനും ഇല്ലാതെ ഫുൾ കവർ ആവുമല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ കെമിസ്ട്രി പെർ ഡേ 3 ചാപ്റ്റർ വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. വൺ ഷോട്ട് വെച്ചിട്ട് തന്നെ പഠിക്കാം. ഓരോന്ന് പഠിപ്പിക്കുമ്പോൾ അപ്പം തന്നെ ഇങ്ങനെ പഠിച്ച് പോകാമെന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. പിന്നെ 4ാമത്തെ ദിവസം നമുക്ക് കുറച്ച് CBSEയുടെ തന്നെ സാമ്പിൾ പേപ്പർ ചെയ്യാം എന്നാണ് മനസ്സിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളായിരുന്നു ഈ വീഡിയോയിൽ. എനിക്കറിയില്ല, അത് ചിലപ്പോൾ ഒരുപാട് ലോങ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു ഭാഗം വരെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഒരു മരത്തിൻ്റെ ഇമോജി എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുവരെ? എനിക്കറിയില്ല ഇതുവരെ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടത് കൊണ്ട് ആരെങ്കിലും കാണുമെന്ന്, ആർക്കെങ്കിലും ഇത്ര നേരം ഉണ്ടാവും ജസ്റ്റ് ഇങ്ങനെ റിഫ്ലക്ഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ. ബട്ട് ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സക്സസ് ഫോർ മീ. ഐ വിൽ ബി ഹാപ്പി. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു വീഡിയോയിൽ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടെൽ നെറ്റ് ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.